നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ട്രേഡിംഗ് എന്താണെന്നുള്ളത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഡിഫൈൻ ചെയ്തു തരാം. സോ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമാണ് അല്ലേ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള നോർമൽ വാങ്ങലും വിൽക്കലും ചെയ്യുന്ന പരിപാടിക്ക് തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇത് സ്പെസിഫിക് ആവുന്നു, ഇന്ന് കാലത്ത് എന്തുകൊണ്ട് ഇത് ഇത്രയും ട്രെൻഡിങ് ആവുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, വാങ്ങലും വിൽക്കലും തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങും ഫോറക്സ് ട്രേഡിങ്ങും ക്രിപ്റ്റോ ട്രേഡിങ്ങും മൂന്നാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആക്ച്വലി ഇവിടെ നടക്കുന്നത് ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ പല അസറ്റ്സുകളാണ് വരുന്നത് എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയർസ് ട്രേഡ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. കറൻസീസ് ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രിപ്റ്റോസ്, അതായത് ബിറ്റ് കോയിന്, അതുപോലെ തന്നെ എതേറിയം പോലെയുള്ള കുറച്ച് ക്രിപ്റ്റോ കറൻസീസ് ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി എല്ലാത്തിനെയും പറ്റി നിങ്ങൾക്കൊരു പ്രോപ്പർ ധാരണ കിട്ടും. നമ്മുടെ നാട്ടിൽ ഒരു പ്രൊഡക്റ്റ് ലൈക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക, ഒരു പേന നമ്മൾ വാങ്ങിയിട്ട് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് കൂടിയ വിലയ്ക്ക് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് തന്നെയാണ് ട്രേഡിങ്. ഇത് ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ട്രേഡർ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല കടകളുടെ മുന്നിലൊക്കെ ട്രേഡേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ആക്ച്വലി അവർ സ്റ്റോക്ക് മാർക്കറ്റിലോ ഫോറക്സിലോ ഒന്നുമല്ല ട്രേഡ് ചെയ്യുന്നത്. അവർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അപ്പുറത്തെ ആൾക്ക് വിൽക്കുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. സോ അതുകൊണ്ടാണ് അത് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു ഷെയർസ് വാങ്ങുന്നു, ആ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ കൂടിയ വിലയ്ക്കോ അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്കോ വിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്തിനാണിത്, അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എന്തിനാണ് ആക്ച്വലി ട്രേഡിംഗ്? ഇവർക്ക് എന്താ പ്രാന്താണോ? എന്താണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്? എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനീസ് നമുക്ക് ഷെയർസ് തരുന്നത്? ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കമ്പനി നമ്മുടെ നാട്ടിലാട്ടോ തുടങ്ങിയത്, ലൈക്ക് കോഴിക്കോട് ജില്ലയിലാണെന്ന് വിചാരിക്കുക. നമ്മുടെ കമ്പനി കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട്, നല്ല കച്ചവടം ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, കോഴിക്കോട് നിന്ന് നമ്മളത് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിറ്റീസിലോട്ട് അത് സ്കെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കും. ഉറപ്പായിട്ടും തീരുമാനിക്കുമല്ലോ. അപ്പം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? ഈ കമ്പനി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പൈസ വേണമല്ലോ. ഈ പൈസയ്ക്ക് നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കാം, പക്ഷെ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് ലോൺ എടുക്കാം, പക്ഷെ മെജോറിറ്റി ആളുകളും ബാങ്ക് ലോണിനൊക്കെ ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അടുത്ത ഒരു ഓപ്ഷനാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പൈസ വാങ്ങാന്നുള്ളത്. നമ്മൾ അറിയുന്ന സർക്കിളിൽ നിന്നോ ഫാമിലിൻ്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ പൈസ വാങ്ങിക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ സർക്കിളിൽ നിന്നുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ പൈസ വാങ്ങിച്ചു എന്ന് തന്നെ വിചാരിച്ചോ. നമ്മൾ തുടങ്ങി എറണാകുളത്ത്, അവിടെ നല്ല കച്ചവടം നടക്കുകയാണ്. അടിപൊളിയായിട്ട് കച്ചവടം നടന്നിട്ട് അടിപൊളിയായിട്ട് സെയിൽസ് ഒക്കെ നല്ലോണം നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഓഫീസ് വെച്ച് നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഷോപ്പ് വെച്ചിട്ട് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓഫ് കോഴ്സ് നല്ല കമ്പനിയാണ്, നല്ല ഡിമാൻഡ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഇത്രയും ജില്ലകളിൽ നമുക്ക് ഓഫീസ് ഇടണം എന്നുണ്ടെങ്കിൽ വി നീഡ് ക്യാപിറ്റൽ അല്ലേ? നമുക്ക് പൈസ ഉറപ്പായിട്ടും ആവശ്യമായിട്ട് വരും. കാരണം നമുക്ക് കിട്ടിയ ലാഭം കൊണ്ടൊന്നും മാത്രം അത് തീരുന്നില്ല, അല്ലെങ്കിൽ അത്രയും പൈസയും കൊണ്ടൊന്നും അതിന് ഇനഫ് ആവത്തില്ല. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷനാണ് വീണ്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ പൈസ പിരിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ കേരളം മൊത്തം വ്യാപിപ്പിച്ചു. നമ്മുടെ സർക്കിളിൽ നിന്നും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ നമ്മൾ ക്യാപിറ്റൽ സോഴ്സ് ചെയ്തിട്ട് അവർക്കൊരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ അവർക്കൊരു ഷെയറോ പോലെ കൊടുത്തിട്ട് നമ്മൾ അവരൊക്കെ കൂട്ടി. എന്നിട്ട് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ആ കമ്പനിനെ നല്ലൊരു ലെവലിൽ എത്തിച്ചു എന്ന് തന്നെ വിചാരിക്കാം. ഒരിക്കലും കേരളത്തിൽ മാത്രം നിൽക്കില്ല, കാരണം നല്ല കമ്പനിയാണ്, നല്ല സെയിൽസ് ഉണ്ട്, നമുക്ക് ഓൾ ഇന്ത്യ ലെവലിലോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും നല്ല ഹ്യൂജ് ഫണ്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ ഈ ഹ്യൂജ് ഫണ്ട് നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ മുന്നിൽ ഇത്രയും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്താണ് ഇനി ഒരു ഓപ്ഷൻ ഉള്ളത്? അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷൻ നിൽക്കുന്നത്. ഇന്ത്യ എന്നുള്ള കൺട്രിയിൽ നിങ്ങൾക്കറിയാം 140 കോടി ജനങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്. അറൗണ്ട് ഇപ്പോഴത്തെ സെൻസസിൽ എന്തായാലും അതിൻ്റെ മേലെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊക്കെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് തന്നെ കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ബിഗ് നമ്പറാണ്. 140 കോടി ജനങ്ങളിൽ നിന്ന് 1 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് 140 crores ആണ്. നിങ്ങൾക്ക് അറിയാലോ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പബ്ലിക്കിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യയിലുള്ള ജനങ്ങളെ മൊത്തം അല്ലെങ്കിൽ വിദേശികളെ എല്ലാം അട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദേശികൾക്കെല്ലാം ആക്സസ് കിട്ടുന്ന
ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നിർബന്ധമായിട്ടും വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ കമ്പനീനെ അവിടെ കൊണ്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ പറഞ്ഞ നമ്മുടെ ഈ പബ്ലിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസ നമുക്ക് കിട്ടുള്ളൂ. സോ അങ്ങനെയുള്ളൊരു പ്ലേസ് ആണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അതൊരു മാർക്കറ്റാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അവിടെ നമ്മുടെ കമ്പനിനെ കൊണ്ട് ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. സോ നമ്മളെ കമ്പനി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി, സേഫായി. നമ്മൾ ഇന്ന് കാണുന്ന റിലയൻസ് ആയാലും ടാറ്റ മോട്ടോഴ്സ് ആയാലും അശോക് ലെയ്ലാൻഡ് ആയാലും ഇന്ന് കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളുടെയും ജേണി ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ അവരിവിടെ എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫണ്ട് എന്നുള്ളതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമ്മളെപ്പോലുള്ള ഏത് സാധാരണക്കാരനും സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് വാങ്ങാനും വിൽക്കാനും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവർ വിചാരിച്ച എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ആ ക്യാപിറ്റൽ യൂസ് ചെയ്യാം, അവർക്ക് അത് എക്സ്പാൻഷൻ യൂസ് ചെയ്യാം, അവർക്ക് അത് എംപ്ലോയീസിന് സാലറിക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, എല്ലാത്തിനും അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് കമ്പനീസ് ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത്. സോ കമ്പനീസ് എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ എന്തിനായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നുണ്ടാവുക? ഉറപ്പായിട്ടും ലാഭം ഉണ്ടാക്കാൻ. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, നമുക്ക് അവരുടെ ഷെയർസ് കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചിട്ട് അത് കൂടുമ്പോൾ അഥവാ ഷെയർ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ലാഭം കിട്ടും. ഫോർ എക്സാമ്പിൾ, 10 രൂപയ്ക്ക് നമ്മളൊരു ഷെയർ വാങ്ങിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ റിലയൻസിൻ്റെ ഒരു ഷെയർ നമ്മൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക. ദെൻ അതിന് ഡിമാൻഡ് വരുമ്പോൾ, ആളുകൾ കൂടുതൽ വാങ്ങാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ആ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ബേസിക്കലി നിങ്ങൾ അതൊന്നും അറിയണ്ട. കമ്പനി നല്ല പെർഫോമൻസ് വരുമ്പോൾ ആ കമ്പനിയുടെ ഷെയർസിന് എന്തായാലും നല്ല രീതിയിലുള്ള ഡിമാൻഡ് വരും. സോ ഇങ്ങനെ ഡിമാൻഡ് വരുമ്പോൾ എന്താ ഉണ്ടാവുക? ഉറപ്പായിട്ടും ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് വർദ്ധിക്കും. നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചത് ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേനും അത് 15 20 ആയി എന്ന് വിചാരിക്കും. ദെൻ അന്നേരം നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൈസ ഡബിൾ ആയല്ലോ. 20 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചത് 20 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം. സോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 10 രൂപയുടെ ഷെയറൊക്കെ 1 ലക്ഷം രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. സോ അത്രയും ലാഭം നമുക്ക് ആ ഒരു സ്റ്റോക്കിന്റെ സെല്ലിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ വഴി ഇതാണ്. ദെൻ രണ്ടാമത്തെ ഒരു വഴിയും കൂടെ ഉണ്ട്. അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് വലിയ സംഭവമായിട്ടുള്ള പരിപാടിയല്ല. കാരണം എല്ലാവരുടെയും ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇത് അറിയണം. കമ്പനി ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ ഒരു കമ്പനി ഒരു 100 കോടി ലാഭം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ 100 കോടിയും ഒരിക്കലും കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് എന്തായാലും വീതിച്ച് കൊടുക്കത്തില്ല. സോ അവരെന്ത് ചെയ്യും? കുറച്ച് പൈസ മാറ്റി വെക്കും. അവരുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ പല പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിട്ട് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് അഥവാ റീറ്റെയിൻഡ് ഏർണിങ്സ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൈസയാണ് അവർ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക. സോ അത് വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ആയിരിക്കും. ചെറിയ ഈവൻ ഒരു 10,000 റുപ്പീസിൻ്റെ ഒക്കെ ഷെയർസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 150 രൂപ 200 രൂപയ്ക്കാണ് ഡിവിഡൻഡ് കിട്ടുക. അതും 6 മാസം കൂടുമ്പോഴൊക്കെ കിട്ടുക. സോ നിങ്ങളത് കൺസേൺ ആവേണ്ട കാര്യമില്ല. മേജറായിട്ട് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ച ഷെയറിന്റെ വില കൂടുമ്പോഴുള്ള ആ ഒരു അപ്രീസിയേഷൻ ആയിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ ട്രേഡിംഗ് എന്നുള്ള പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഷോർട്ട് ടേമിലേക്ക്, അതായത് 1 വർഷത്തിൻ്റെ ഇടയിൽ തന്നെ നമ്മളൊരു ഷെയർ വാങ്ങിയിട്ട് അത് വിൽക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇത് ഏത് കമ്പനിയും ആവാട്ടോ. സ്റ്റോക്ക് മാർക്കറ്റിലാവുമ്പോൾ നമ്മൾ ഷെയർസ് ആണെന്ന് പറഞ്ഞു. ഫോറക്സിലാവുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. കറൻസി പെയേഴ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുക. കറൻസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടല്ലോ, അതിൽ ട്രേഡ് ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഈ പറഞ്ഞ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഷോർട്ട് ടേമിലേക്ക്, അതായത് ഇന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങിയിട്ട് ഇന്ന് തന്നെ നമ്മൾ വിൽക്കുന്നതിനെ ട്രേഡിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ നാളെ വിറ്റാലും ട്രേഡിംഗ് തന്നെയാട്ടോ. ഇന്ന് വാങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടോ ഈവൻ 6 മാസം കഴിഞ്ഞിട്ടോ വിറ്റ് കഴിഞ്ഞാലും നമ്മൾ അതിനെ പറയുന്ന പേര് ട്രേഡിംഗ് എന്ന് തന്നെയാണ്. സോ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിൽ കുറവ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രേഡിംഗ് എന്ന് വിളിക്കും. ലൈക്ക് ഇന്നൊന്ന് വാങ്ങിയിട്ട് ഒരു 8 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വിറ്റ് കഴിഞ്ഞാലും ദാറ്റ് പ്രോസസ് വുഡ് ബി കോൾഡ് ട്രേഡിംഗ്. പക്ഷേ ഇന്ന് വാങ്ങിച്ചൊരു സാധനം നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ 1 വർഷത്തിലധികം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ
അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ്. രണ്ടും പ്രോസസ് ഒക്കെ സെയിം തന്നെയാണ്, ഇതിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് പല വിളിപ്പേര് വരുന്നു എന്ന് മാത്രം. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് എന്താണ് അതിന്റെ ആക്ച്വൽ കോൺസെപ്റ്റ്, എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനീസ് അതിൽ വരുന്നത്, അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് അതിൽ വരുന്നത്, ആൻഡ് ബാക്കി പാർട്ടിസിപ്പൻസിൻ്റെ ഒക്കെ റോൾ എന്താണ്, അതേപോലെ തന്നെ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സോ വീഡിയോസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സൈനിങ് ഓഫ്.